everyone. ഈ ഒരു വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ പൈത്തൺ യൂസ് ചെയ്ത് കോഡ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ഗെയിം എന്ന് അറിയാമോ? നമ്മളുടെ റോക്ക് പേപ്പർ സിസർ. നമ്മളെല്ലാവരും കളിക്കുന്ന ഒരു ഗെയിമാണ് റോക്ക് പേപ്പർ സിസർ അല്ലേ? സോ നമുക്കതൊന്ന് പൈത്തൺ യൂസ് ചെയ്തൊന്ന് കോഡ് ചെയ്ത് നോക്കിയാലോ? സോ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോവാം. സോ പൈത്തൺ യൂസ് ചെയ്തിട്ട് റോക്ക് പേപ്പർ സിസർ ഗെയിം കോഡ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഗെയിംസ് ഒക്കെ കോഡ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. പ്രത്യേകിച്ച് ഈ ഗസ്സിങ് കൈൻഡ് ഓഫ് ഗെയിംസ് ഒക്കെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ് റാൻഡം ലൈബ്രറി. സോ ദ സെയിം ലൈബ്രറി നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. സോ പൈത്തണിൽ എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു വേർഡാണ് ഇമ്പോർട്ട് റാൻഡം. ആ ലൈബ്രറി നെയിം ഞാനിവിടെ കൊടുത്തു. പിന്നെ ഞാനിവിടെ ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ റോക്ക് പേപ്പർ ആൻഡ് സിസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്പേഴ്സ് റാൻഡമായിട്ടല്ല ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ഈ 3 വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡാണ് നമുക്ക് എടുക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ റോക്ക്, അല്ലെങ്കിൽ പേപ്പർ, അല്ലെങ്കിൽ സിസർ. സോ അതുകൊണ്ട് ഞാൻ ഈ 3 വേർഡ്സിനെയും ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ആ ലിസ്റ്റിന് ഞാൻ ഓപ്ഷൻസ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുന്നത് ആരായിട്ടാണ്? നമ്മളുടെ സിസ്റ്റവും നമ്മളും, യൂസറും സിസ്റ്റവും ആയിട്ടാണ് ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, യൂസറിൻ്റെ ചോയ്സ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് എഴുതി. ദാറ്റ് ഈസ് യൂസർ ചോയ്സ് ഈക്വൽ ടു ഇൻപുട്ട് ചൂസ് റോക്ക് പേപ്പർ ഓർ സിസേഴ്സ്. അതായത് യൂസറിനോട് എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യൂസർ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞു, ഇനി കമ്പ്യൂട്ടറിൻ്റെ ടേൺ ആണ്. അതായത് കമ്പ്യൂട്ടറും ചൂസ് ചെയ്യണം. ഓക്കെ, സോ കമ്പ്യൂട്ടർ ചോയ്സ് ഈക്വൽ ടു റാൻഡം ചോയ്സ് ഓപ്ഷൻസ്. അപ്പോൾ കമ്പ്യൂട്ടറിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ കമ്പ്യൂട്ടറിനോട് പറയാണ് ഈ ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ റാൻഡമായിട്ട് ചൂസ് ചെയ്യാനായിട്ട്. അതാണ് റാൻഡം ഡോട്ട് ചോയ്സ് ബ്രാക്കറ്റിൽ ഓപ്ഷൻസ്. അപ്പോൾ കമ്പ്യൂട്ടറും ചൂസ് ചെയ്തു, യൂസറും ചൂസ് ചെയ്തു അല്ലേ. ഇനിയാണ് നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഈ 2 പേരും ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ 2 പേരും എന്താണ് ചൂസ് ചെയ്തതെന്ന് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ അതിന് വേണ്ടിയിട്ട് പ്രിന്റ് യു ചൂസ്, അതായത് യൂസർ എന്താണ് ചൂസ് ചെയ്തത് അതവിടെ പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ചോസ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ എന്തായിരുന്നു ചൂസ് ചെയ്തത് അതവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി എന്താണ്, അതായത് റോക്കും സിസറും ആണ് ചൂസ് ചെയ്തതെങ്കിൽ ആരാണ് വിൻ ചെയ്യുക? യൂസർ ആയിരിക്കും വിൻ ചെയ്യുക. റോക്കും സിസറും വന്നു കഴിഞ്ഞാൽ റോക്ക് ചൂസ് ചെയ്ത ആളായിരിക്കും വിൻ ചെയ്യുക. കാരണം നമുക്ക് റോക്ക് വെച്ചിട്ട് സിസറിനെ സ്മാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പേപ്പറും റോക്കുമാണ് ചൂസ് ചെയ്തതെങ്കിൽ ആരായിരിക്കും അവിടെ വിൻ ചെയ്യുക? പേപ്പർ ആയിരിക്കും വിൻ ചെയ്യുക. കാരണം പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് റോക്കിനെ കവർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി സിസറും പേപ്പറും വരുമ്പോൾ ആരായിരിക്കും വിൻ ചെയ്യുക? സിസർ ആയിരിക്കും വിൻ ചെയ്യുക. കാരണം നമുക്ക് പേപ്പറിന് സിസർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ ഒരു കളി വരുന്നത്. സോ നമ്മളിതിൻ്റെ കോഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തു. ഇഫ് യൂസർ ചോയ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ ചോയ്സ്, അതായത് 2 പേരും ചൂസ് ചെയ്തത് സെയിം ആണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ടൈ ആയി അല്ലേ. സോ ഇഫ് യൂസർ ചോയ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ ചോയ്സ് ദെൻ ഇറ്റ്സ് എ ടൈ എന്ന് കൊടുത്തു. ഓക്കെ, യൂസറും കമ്പ്യൂട്ടറും ചൂസ് ചെയ്തത് സെയിം ആണെങ്കിൽ അവിടെ ടൈ ആയി. ഇനി നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ്? എലിഫ് വേറൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. യൂസർ ചോയ്സ് ഈക്വൽ ടു റോക്ക് ആൻഡ് കമ്പ്യൂട്ടർ ചോയ്സ് ഈക്വൽ ടു സിസർ. റോക്കും സിസറും വന്നു കഴിഞ്ഞാൽ ആരാണ് വിൻ ചെയ്യുക? അവിടെ വിൻ ചെയ്യുന്നത് റോക്ക് ആയിരിക്കും. ഓക്കെ, റോക്ക് വെച്ചിട്ട് സ്മാഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. സോ അതുകൊണ്ടാണ് യൂസർ ചോയ്സ് ഈക്വൽ ടു റോക്ക് ആൻഡ് കമ്പ്യൂട്ടർ ചോയ്സ് ഈക്വൽ ടു സിസർ. ഈ 2 കണ്ടീഷനും അറ്റ് എ ടൈം സെയിം ടൈമിൽ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഈ റോക്ക് വിൻ ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷൻസ് നമുക്ക് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇഫ് യൂസർ ചോയ്സ് ഈക്വൽ ടു പേപ്പർ ആൻഡ് കമ്പ്യൂട്ടർ ചോയ്സ് ഈക്വൽ ടു റോക്ക്, അങ്ങനെയാണെങ്കിൽ അവിടെ ആരാ വിൻ ചെയ്യുക? പേപ്പർ ആയിരിക്കും വിൻ ചെയ്യുക. സോ എലിഫ് യൂസർ ചോയ്സ് ഈക്വൽ ടു പേപ്പർ ആൻഡ് കമ്പ്യൂട്ടർ ചോയ്സ് ഈക്വൽ ടു റോക്ക് എന്ന് പറയുമ്പോൾ ഈ 2 കണ്ടീഷനും അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആര് വിൻ ചെയ്യും? പേപ്പർ വിൻ ചെയ്യും. അതാണ് ഈ ഒരു ലൈൻ ഓഫ് കോഡിൽ കാണുന്നത്. ഇനി ഒരു കണ്ടീഷൻ കൂടി നമുക്ക് ബാക്കിയുണ്ട് അല്ലേ. സോ യൂസർ ചോയ്സ് ഈക്വൽ ടു സിസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ചോയ്സ് ഈക്വൽ ടു പേപ്പർ. ഈ 2 കണ്ടീഷനും അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാൽ ആര് വിൻ ചെയ്യും? സിസർ വിൻ ചെയ്യും.
സോ ഇതാണ് നമ്മളുടെ കോഡ്സിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ചൂസ് റോക്ക് പേപ്പർ ഓർ സിസേഴ്സ്. സോ ഞാൻ സിസേഴ്സ് ചൂസ് ചെയ്യാണ്. യു ചൂസ് സിസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ചൂസ് റോക്ക്. സോ കമ്പ്യൂട്ടർ വിൻസ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു റോക്ക് പേപ്പർ സിസർ പൈത്തൺ യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.